തൃശൂരിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ കൂട്ടക്കൂറുമാറ്റത്തിൽ BJP പിന്തുണയെ എതിർത്ത അംഗത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ച് കോൺഗ്രസ് വിമത നേതാവ് അക്ഷയ് സന്തോഷിനെയാണ് വിമത നേതാവ് TM ചന്ദ്രൻ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ 24-ന് ലഭിച്ചു. അതിനിടെ തെറ്റ് ഏറ്റുപറഞ്ഞ് DCCക്ക് അക്ഷയ് നൽകിയ കത്തും പുറത്തുവന്നു. വിവാദമായ മറ്റത്തൂർ കൂട്ടക്കൂറുമാറ്റത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇടപെട്ട് അനുനയ നീക്കം നടക്കുന്നതിനിടെയാണ് വിമത നേതാക്കളെ വെട്ടിലാക്കി ശബ്ദരേഖ വരുന്നത്. BJP ബന്ധത്തെ തള്ളിപ്പറഞ്ഞ പഞ്ചായത്തംഗം അക്ഷയ് സന്തോഷിനെ സ്വാധീനിക്കാൻ TM ചന്ദ്രൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണ് 24-ന് ലഭിച്ചത്. ഹലോ, ഞാൻ പറഞ്ഞു നമുക്ക് BJPയുടെ സപ്പോർട്ട് ഉണ്ട്, കിട്ടിയ എല്ലാ സാധനങ്ങളും രാജിവെച്ചതിന് ശേഷം ഞാൻ വരുള്ളൂ. എനിക്ക് വലിയ നാണക്കേട് ചുമന്നിറക്കാൻ. എനിക്ക് BJP യാതൊരു ബന്ധവും ഇത് എനിക്ക് താല്പര്യമില്ല. അല്ല, നീ ഒരു കാര്യം ചെയ്യേ, നീ BJPയുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലാന്ന് പറയാനായിട്ട് തൃശ്ശൂർ നമ്മൾ 9 മെമ്പർമാരും കൂടി പത്രസമ്മേളനം വിളിച്ചേക്കാണ്. ബന്ധമില്ലാന്ന് അതാണ് ഇപ്പൊ മൊത്തം ചർച്ച നടക്കണേ. ബാക്കിയുള്ള 8 മെമ്പർമാരും നിന്റെ കൂടെ ഇല്ലേ? ബാക്കിയുള്ള 8 മെമ്പർമാരുടെ കാര്യമല്ല നോക്കണം, ഞാൻ എന്റെ കാര്യം നോക്കണം. തങ്ങളോടൊപ്പം നിൽക്കണമെന്നും BJPയുമായി ബന്ധമില്ലെന്ന് വാർത്താസമ്മേളനത്തിൽ പറയണമെന്നും പറയുന്ന ചന്ദ്രന്റെ ആവശ്യം അക്ഷയ് സന്തോഷ് നിരാകരിക്കുന്നുണ്ട്. ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ ഭയപ്പെടേണ്ടതില്ലെന്നും ഒന്നിച്ചു നിൽക്കണമെന്നും ചന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും BJP ബന്ധത്തിന് തയ്യാറല്ലെന്നും പഞ്ചായത്തംഗത്വം രാജിവെക്കാമെന്നുമാണ് അക്ഷയ് നൽകുന്ന മറുപടി. അല്ല, അവരെന്താ പറയാത്ത? ഒറ്റയ്ക്ക് പറഞ്ഞോളൂ അവർക്ക്. അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞ നമ്മൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമല്ലേ? ഞാൻ രാജിവെച്ചോളാം. വേണ്ടാന്ന് ഞാൻ മെമ്പേഴ്സാണ് രാജിവെച്ചോളാം. വേണ്ട, അക്ഷയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ 2 മണിക്ക് നമ്മൾ തൃശ്ശൂർ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടോ? ഞാൻ വലിയ BJPയുടെ സപ്പോർട്ടോടെ പ്രസിഡന്റ് ആയ ആള് രാജിവെക്കാണ്. ഞാൻ വലിയ തനിക്ക് തെറ്റുപറ്റിയെന്ന് ചൂണ്ടിക്കാട്ടി അക്ഷയ് DCCക്ക് കത്ത് നൽകി. പാർട്ടിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂവെന്നും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ. അവര് ഒരു സ്വതന്ത്രരെ പിന്തുണച്ചു. അവർക്ക് BJPയും കൂടി സപ്പോർട്ട് ചെയ്തു. അതാണ് പാർട്ടിയുടെ നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ്. അതിനാണ് നടപടിയെടുത്തത്. അത് പിൻവലിക്കാൻ മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നടപടിയെക്കുറിച്ച് പാർട്ടി ഗൗരവമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പാർട്ടി നിലപാട് വ്യക്തമാണ്. പാർട്ടിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും. അതിന് സംശയമില്ല. വർഗീയ സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധവും പാർട്ടിക്കുണ്ടാവില്ല. അതേസമയം മറ്റത്തൂരിലെ വിമതർക്കൊപ്പം ഔദ്യോഗിക പക്ഷത്തെ കോൺഗ്രസ് പ്രവർത്തകരുമായും ചർച്ച നടത്തിയ KPCC പ്രസിഡന്റോ റോജി M. ജോൺ MLAയോ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഉടൻ നടപടി സ്വീകരിക്കുമെന്നും പരസ്യ പ്രതികരണം അരുതെന്നുമാണ് ഇരുവിഭാഗത്തിനും KPCC നൽകിയിരിക്കുന്ന നിർദ്ദേശം. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.